ഹായ്, എല്ലാവർക്കും നമസ്കാരം. പല ആളുകൾക്കുമുള്ളൊരു സംശയമാണ് ബോച്ചേട്ടിയുടെ സൈറ്റിൽ എങ്ങനെ സൈൻ ഇൻ ചെയ്യാമെന്നുള്ളത്. അപ്പം അവർക്കായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നിങ്ങൾ ഒരുപക്ഷെ കൂപ്പൺ സ്കാൻ ചെയ്തതിന് ശേഷം നിങ്ങൾ മൊബൈൽ നമ്പറും പേരും വെച്ച് രജിസ്റ്റർ ചെയ്യുന്നു. എന്നതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ അതിലേക്ക് സൈൻ ഇൻ ചെയ്യാൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റുന്നില്ല, പാസ്വേഡ് ഇൻകറക്റ്റ് എന്നൊക്കെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അതെങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഫുള്ളായിട്ട് കാണുക. അതിനായി ആദ്യം നമ്മൾ ഫോണിൽ ഗൂഗിളിൽ പോവുക. എന്നതിന് ശേഷം അവിടെ ബോച്ചേട്ടി എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പം നമുക്ക് ബോച്ചേട്ടിയുടെ സൈറ്റ് അവിടെ കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് സൈറ്റിലേക്ക് പോവുക. എന്നതിന് ശേഷം സൈൻ ഇൻ കൊടുക്കുക. നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക. അവിടെ ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്ത് വീണ്ടും നമ്മുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ തന്നെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. എന്നതിന് ശേഷം നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. ഇതെനിക്ക് വേണ്ടിയല്ല, എൻ്റെ ഒരു കസ്റ്റമറിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് മെസ്സേജ് അയച്ചതാണ്. അപ്പോൾ അവരുടെ റീപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ബോച്ചേട്ടി പാക്കേജ് വേണ്ട ആളുകൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഒരേ സ്ഥലത്തൊന്നല്ല ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അവരുടെ OTPക്ക് വെയിറ്റ് ചെയ്യാണ്. അവരുടെ OTP വന്നിട്ടുണ്ട്. നമുക്കിവിടെ OTP ടൈപ്പ് ചെയ്യാം. എന്നതിന് ശേഷം നിങ്ങൾ പുതിയൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാം. പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേര് എന്താണോ അതിൻ്റെ ഒരു ക്യാപിറ്റൽ ലെറ്റർ, ഈ പാസ്വേഡിൽ ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാവണം. അതുപോലെ തന്നെ @ അങ്ങനെ എന്തെങ്കിലും വെക്കുക. പിന്നെ അക്കങ്ങളും വെക്കുക. 1 2 3 അല്ല ജനിച്ച വർഷം അത് ഏതെങ്കിലും വെക്കുക. എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പാസ്വേഡ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണും. എന്നതിന് ശേഷം വീണ്ടും നിങ്ങൾ സൈൻ ഇൻ കൊടുക്കുക. എന്നതിന് ശേഷം വീണ്ടും നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിക്കുക. എന്നിട്ട് പുതിയ പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്തത് വീണ്ടും അടിക്കുക. എന്നതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറൻറ്റ് പാസ്വേഡ് എന്നുള്ളിടത്തിൽ വീണ്ടും നിങ്ങൾ അതേ സെയിം പാസ്വേഡ് അടിക്കുക. എന്നതിന് ശേഷം ന്യൂ പാസ്വേഡ് കാണിക്കും. അപ്പോൾ ന്യൂ പാസ്വേഡിൽ നമ്മൾ പുതിയ പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് അത് കൺഫേം പാസ്വേഡ് അവിടെ നമ്മൾ ഒന്നുകൂടി ഒന്ന് കൺഫേം ചെയ്യാം. അതേ പാസ്വേഡ്, അതായത് ന്യൂ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ആ പാസ്വേഡ് ഒന്നുകൂടി നമ്മൾ കൺഫേം ചെയ്യാണ്. എന്നതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, പാസ്വേഡ് ചേഞ്ച്ഡ് സക്സസ്ഫുള്ളി. എന്നതിന് ശേഷം നമ്മൾ ഇവിടെ ലോഗിൻ കൊടുക്കുക. അവിടെ വീണ്ടും നമ്മൾ നമ്മളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾ പുതുതായിട്ട് കൊടുത്ത പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക, സൈൻ ഇൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സക്സസ് ആയിട്ടുണ്ട്. എന്നതിന് ശേഷം റൈറ്റ് സൈഡിലുള്ള 3 വര ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടിക്കറ്റ്സിൻ്റെ ഓപ്ഷനൊക്കെ കാണും. ഈ ടിക്കറ്റൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നമ്മളുടെ കൂപ്പൺ എടുത്ത ആളുകൾ 30 ദിവസത്തേക്കുള്ള കൂപ്പണൊക്കെ എടുത്ത ആളുകളാണെങ്കിൽ 30 ദിവസത്തേക്കുള്ള ടിക്കറ്റൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം മൈ ബാലൻസ് ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിൻ ചെയ്ത പ്രൈസുകളൊക്കെ കാണാൻ പറ്റും. പിന്നെ മൈ പ്രൊഫൈലുള്ളിടത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈൻ ഔട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.